ഇനി ഇന്റർനാഷണൽ വാർത്തകളിലേക്ക് എന്താണ് നമ്മുടെ കമലാ ഹാരിസ് ജയിക്കുമോ അതോ ട്രംപ് ജയിക്കുമോ? കമലാ ഹാരിസ് ആരുടെ ഒപ്പമാണ്? അല്ല, ഞാൻ അങ്ങനെ നമുക്കൊരു പക്ഷമില്ല. പക്ഷേ ട്രംപ് ആദ്യഘട്ടത്തിൽ ഒരുപാട് മുന്നിലായിരുന്നു ബൈഡന്റെ സമയത്ത്. പക്ഷേ കമലാ ഹാരിസ് വന്നതിന് ശേഷം ഞാൻ വായിച്ചതനുസരിച്ച് US തെരഞ്ഞെടുപ്പിന് ഒരുപാട് മാറ്റം സംഭവിച്ചിരിക്കുന്നു. കമലാ ഹാരിസ് സർവേകളിലൊക്കെ മുന്നിലാണ് അല്ലെ? അതെ. ഇപ്പൊ ഈ ഞായറാഴ്ച ഏറ്റവും പുതിയ സർവേ പ്രകാരം രണ്ടുപേരും ഒപ്പത്തിനൊപ്പമാണ്. അപ്പൊ നമ്മളൊരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ശരിക്കും US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം. നടക്കാനിരിക്കുന്ന US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളായ കമലാ ഹാരിസും ഡൊണാൾഡ് ട്രംപും നേരിട്ട് ഏറ്റുമുട്ടുന്ന ആദ്യ ടെലിവിഷൻ സംവാദം ഇന്ന് നടക്കും. ABC ടെലിവിഷൻ ചാനലാണ് സംവാദത്തിന്റെ സംഘാടകർ. പലതവണ ഇത്തരത്തിൽ ഈ കമലാ ഹാരിസിനെയും ബൈഡനെയും ഒക്കെ ട്രംപ് സംവാദത്തിന് വെല്ലുവിളിച്ചിരുന്നു അല്ലെ? ഈ തെരഞ്ഞെടുപ്പ്, അമേരിക്കൻ തെരഞ്ഞെടുപ്പുകളിൽ ഈ സംവാദങ്ങൾക്ക് വളരെ പ്രസക്തിയുണ്ട്. ഈ സംവാദങ്ങൾ ആര് മുന്നിലുള്ളതെന്നനുസരിച്ച് തെരഞ്ഞെടുപ്പിന്റെ ഗതിവിഗതികളെ പോലും അത് സ്വാധീനിക്കുകയും ചെയ്യും അല്ലെ? ജോ ബൈഡനുമായി നടത്തിയ സംവാദത്തിൽ അതേ നിയമങ്ങൾ പാലിച്ചായിരിക്കും ഇരുവരും ഏറ്റുമുട്ടുക എന്നുള്ളതാണ്. ശരിക്കും കഴിഞ്ഞ പ്രാവശ്യം നടന്ന സംവാദത്തിന്റെ നിയമം കുറച്ച് വിചിത്രമായിരുന്നു എന്ന് തന്നെ പറയാം. കാര്യം സംഭാഷണ സമയത്ത് ഉടനീളം മൈക്രോഫോണുകൾ, അതായത് ഒരാൾ സംസാരിക്കുമ്പോൾ അടുത്തയാളുടെ മൈക്രോഫോണുകൾ പൂർണ്ണമായും ഓഫായിരിക്കും. ഇതിനു മുന്നേ വരെ നടന്നതിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. അപ്പം ഇപ്രാവശ്യം തൊട്ട് അങ്ങനെ ആയിരുന്നു. അപ്പം ഈ ഒരു സംഭാഷണ സമയത്ത് മൈക്രോഫോണുകൾ നിശബ്ദമാക്കണം എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ട്രംപ് പറയുന്നതനുസരിച്ച് ഇത് ഇങ്ങനെ തന്നെ ആക്കണം എന്ന് തന്നെയാണ്. അതായത് ട്രംപ് ഇത് സപ്പോർട്ട് ചെയ്യുന്നു, നിശബ്ദമാക്കണം എന്നത് ഡൊണാൾഡ് ട്രംപ് സപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം കമലാ ഹാരിസ് അത് നിശബ്ദമാക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തർക്കം പറയാനുള്ള കാരണം എന്താണ്? എനിക്ക് തോന്നുന്നു, എനിക്ക് മനസ്സിലാവുന്നത് കമലാ ഹാരിസ് ചെറുതായിട്ടൊരു വെല്ലുവിളിച്ചതുപോലെയാണ്. അതിന്റെ ആവശ്യമില്ല, നമുക്ക് തിരിച്ച് സംസാരിക്കും. ഇപ്പൊ ബൈഡനാണ് ശരിക്കും, ജോ ബൈഡനാണ്, അദ്ദേഹമാണ് ഇങ്ങനെ ഒരു ആവശ്യം നേരത്തെ കൊണ്ടുവന്നതും നേരത്തെ നടന്ന സംവാദത്തിൽ ഇങ്ങനെ ഒരു ആശയം ഉന്നയിച്ചതും ഇങ്ങനൊരു സംഭവം നടത്തിയതും ജോ ബൈഡന്റെ ആവശ്യപ്രകാരമായിരുന്നു. ആ സമയത്ത് സംഭവിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. പക്ഷെ എനിക്ക് തോന്നുന്നു കമലാ ഹാരിസിന് കുറച്ചുകൂടി ട്രംപിനെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യമുണ്ട്, സംസാരിക്കാനുള്ള ധൈര്യമുണ്ട്, പതറില്ല എന്നുള്ള ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം തീർച്ചയായും കമലാ ഹാരിസ് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും വൈറ്റ് ഹൗസ് നവംബറിലാണ്. അപ്പൊ എന്തായാലും വൈറ്റ് ഹൗസിന്റെ നാഥൻ ആരായിരിക്കും എന്നുള്ള ചർച്ചകളും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം ട്രംപിന്റെ അനുകൂലികൾ വന്ന് വൈറ്റ് ഹൗസിൽ ആക്രമണം നടത്തുകയും മറ്റും ചെയ്തു. അതിനുശേഷം ഈ ജോ ബൈഡന്റെ പ്രായം തന്നെയാണ് അല്ലെ അദ്ദേഹത്തിന് പ്രശ്നമായത്. ആദ്യ സംവാദത്തിൽ ജോ ബൈഡൻ ദയനീയമായി പരാജയപ്പെട്ടു. ശേഷം കമലാ ഹാരിസിനെ പോലെ ഇന്ത്യൻ വംശജ അല്ലേ, പാതി ഇന്ത്യനാണ്. അതെ, കമലാ ഹാരിസ് കഴിഞ്ഞ ദിവസം ഒരു പാട്ട് പാടിയതിനെ കുറിച്ചൊക്കെയുള്ള കുറച്ച് വീഡിയോയും പോസ്റ്റുകളും ഒക്കെ ഉണ്ട്. അതായത് പാട്ടും പാടി US പ്രസിഡന്റ് ആകും എന്നുള്ള, അത്രയും ഈസി ആയിട്ട് കയറും എന്നുള്ളൊരു രീതിയിലുള്ള ചർച്ചകളും വിശ്വാസമാണ് എല്ലാവർക്കും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം വൈറ്റ് ഹൗസിന്റെ അടുത്ത നാഥൻ ആരാകും എന്നുള്ളത്.